ഡ്രാഗൺ ഫ്രൂട്ടിന് രോഗം കുറവും വളരെ പരിചരണം കുറവാണ് വേണ്ടതെന്നാണ് എല്ലാവരും പറയുന്നത്. ഈ കാണുന്നത് പുതിയ തണ്ടാണ്. ഇതിന് രോഗം വന്ന് നല്ല പണിയായി കിടക്കുവാണ്. കണ്ടോ, ഇങ്ങനെ സ്പോട്ട് വന്നിട്ട് യെല്ലോ കളർ വന്നിട്ടാണ് ഇതിങ്ങനെ ഉണ്ടായി വരിക. വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു രക്ഷയുമില്ല. എല്ലാ പ്ലാന്റ്സിനും ഇത് ബാധിക്കും. രോഗം ഇങ്ങനെ എല്ലാത്തിനും ഇപ്പൊ പടർന്നു കിടക്കുവാണ്. തണ്ടിന് മാത്രമല്ല, ഇത് കായെ കൂടി ബാധിക്കും നല്ല രീതിയിൽ. വിപണനമൊക്കെ നോക്കുന്നവരാണ് നല്ല എട്ടിന്റെ പണിയാണ് ഇത് കൊടുക്കും. കാരണം ഈ സ്പോട്ടുള്ള ഫ്രൂട്ടൊന്നും കടയിൽ എടുക്കൂല, വില നല്ല കുറവിലേക്ക് കിട്ടും. ഇതിന് കാരണം ഈ ചോണനുറുമ്പുകളാണെന്ന് പറയപ്പെടുന്നുണ്ട്. എത്രത്തോളം ശരിയാണെന്ന് അറിയില്ല. ഇതിനുള്ള ഒരു പരിഹാരം എന്താന്ന് വെച്ചാൽ, ഈ രോഗം ബാധിച്ച തണ്ടുകളെല്ലാം കട്ട് ചെയ്ത് ഒഴിവാക്കി മാറ്റുക. സാഫ് അതുപോലെ ഏതെങ്കിലും ഫംഗിസൈഡും അതുപോലെ ഒരു ഇൻസെക്ടിസൈഡും വെച്ചിട്ട് സ്പ്രേ ചെയ്തിട്ട് നമുക്കിത് കൊടുക്കണം. ഇത് സീസൺ തുടങ്ങുന്നതിന് മുന്നേ ഇത് ചെയ്താൽ വളരെ നല്ലതാണ്. ഇങ്ങനെ ചെയ്താൽ ഒരു പരിധിവരെ ഇതിനെ കൺട്രോൾ ചെയ്ത് നമുക്ക് നിർത്താം. വേപ്പെണ്ണ മിശ്രിതം ഇതിന് നല്ല റിസൾട്ട് ഉണ്ടാവുമെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. അതുപോലെ ഉറുമ്പിനെ ഉറപ്പായും തുരുത്തണം. ഒന്നും നോക്കണ്ട, ആ കായും കൂടി അങ്ങ് കട്ട് ചെയ്ത് ഒഴിവാക്കുക. അതല്ലാതെ വേറെ വഴിയില്ല. എല്ലാ ചെടിക്കും അതിൻ്റെതായ പരിചരണവും രോഗവും ഒക്കെ ഉണ്ടാവും. ഇതിനും അതുപോലൊക്കെ തന്നെയാണ്. നമ്മുടെ ഇതിൻ്റെ പ്ലാന്റ്സ് ഒക്കെ ഒരു നഴ്സറിയിൽ നിന്നാണ് വാങ്ങിയത്. നമുക്ക് അന്ന് അറിയില്ലായിരുന്നു ഇതൊക്കെ. പിന്നെ നമ്മൾ പ്ലാന്റ് ചെയ്തതിന് ശേഷമാണ് ഇതിൻ്റെ അബദ്ധങ്ങളൊക്കെ മനസ്സിലായത്. എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ അറിഞ്ഞുകൊണ്ട് ആരെയും പറ്റിക്കാതിരിക്കുക. എനിക്ക് വേണമെങ്കിൽ ഇതിന് കമ്പ് വെട്ടി തൈ ഉണ്ടാക്കിയ ആളുകൾ പറ്റിക്കാം, പക്ഷെ ഞാനത് ചെയ്യില്ല. ഞാൻ സത്യസന്ധതയോടെ ഫാമിൻ്റെ വീഡിയോ കാണിച്ചാണ് ചെയ്യുന്നത്. തൈകൾ ഉണ്ടാക്കാറുണ്ട്, അത് പക്ഷെ വീട്ടിലുള്ള ഒരു പ്ലാന്റിൽ ഞാൻ ചെയ്യാറ്. ഇവിടുന്ന് ചെയ്യാറേ ഇല്ല, അതും വളരെ കുറച്ച് തൈകൾ മാത്രം. ആവശ്യമുള്ളവർ വാട്സപ്പ് മെസ്സേജ് ചെയ്യുക. തൈ വില 80, കൊറിയർ ചാർജ് 100. ഇനം മലേഷ്യൻ റെഡാണ്.